ഒരു ഡിസ്കൗണ്ട് കൊടുക്കും. സോറി, നോ, എനിക്കൊരു എമൗണ്ട് ഉണ്ട്, അത് കുറഞ്ഞ് ഞാൻ കൊടുക്കില്ല. എനിക്ക് കസ്റ്റമർ വേണ്ട. ഹലോ ചേച്ചി, ഹായ്. എനിക്ക് എൻ്റെതായ ഡിമാൻഡ് ഉണ്ട്, അത് കുറയ്ക്കില്ല. ലക്ഷ്മി ചേച്ചി 350 പറ്റുമോ? ഇല്ല, നോ. 400 ഫുൾ നൈറ്റ് ആണോ? അയ്യാടാ കുഞ്ഞിന്നോ, 1 അവറിന് 1. പോയാലും പോയില്ലേലും കാശ് കിട്ടണം. പോയാൽ എന്നെ പറഞ്ഞ കാര്യമില്ല. എൻ്റെ ഇവിടെ തൊടുന്നുണ്ടോ, നിനക്ക് പോയോ കാശ് തരണം. ഇനി വേറെ വേണോ എക്സ്ട്രാ 400 തരണം. അതാണ് എൻ്റെ ജോലി. അയ്യോ, ആശ്മിച്ചിക്ക് നന്നായിട്ട് അറിയാം അല്ലേ അമ്മ ചേച്ചി? ആശ്മിച്ച് കേൾക്കുന്നത് ഞാൻ കസ്റ്റമറോട് ഒന്നിച്ച് പറയണത്. എൻ്റെ കാര്യം എത്ര ഉള്ളൂ അല്ലേ ചേച്ചിയെ? കുറയ്ക്കില്ല. അതെ, ഒരു ഡിസ്കൗണ്ട് ആശ്മിക്ക് ഇന്നും കൂടെ ആശ്മിക്ക് ആയിട്ടുള്ളൂ 3 കസ്റ്റമറെ തെറി പറയണത്. ആ അതിൻ്റെ വിളിച്ചു 10 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കാം. വരുന്നുണ്ടെങ്കിൽ അറിയിക്കാം. അവൻ്റെ വെള്ളം പോയി. നാടാ മാറി. ഹൗ മച്ച്? പല റേറ്റും ഉണ്ട്. ബോഡിക്ക് 400, മറ്റേനാണെങ്കിൽ 600. മറ്റേന്ന് പറഞ്ഞാൽ ഫുള്ളല്ല കേട്ടോ, വേറെ ഒരെണ്ണമുണ്ട് പറയില്ല. അതിന് 600 വരും. രണ്ടും 2 കാശ്. ബോഡി ടു ബോഡി സ്റ്റാർട്ടിങ് 400 ദിർഹംസാണ്. ഫുൾ എൻജോയ്മെന്റ് ഫുള്ള് മറ്റേ ഇതിലാണെങ്കിൽ 600 ദിർഹംസ് വരും. 1 അവറിന് 2 കാശാട്ടോ. ഡീറ്റെയിൽസ് വാട്സപ്പ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. 400 നാട്ടിലെ പൈസ. അതിനെന്താ മറ്റേതാവും. വാട്സപ്പിൽ പറഞ്ഞു എന്താണെന്ന്. 600 ദിർഹംസിന്റെ അത് പച്ചക്കുറമില്ല. ബോഡിക്ക് ബോഡി ആണെങ്കിൽ 400 തന്നാൽ മതി. പക്ഷെ ബോഡിക്ക് ബോഡി മാത്രമേ ചെയ്യുള്ളൂ. അതിന് 400. നെയ്യപ്പാ ഇത് പിന്നെയും പേര് മാറ്റിയോ? മച്ചിയാ? അതാരാ മച്ചി? കോയക്കയാ? ആണോ? കോയക്കയാണോ? നിങ്ങക്ക് എത്ര അക്കൗണ്ടാ? ആർക്കൊക്കെ 20 ലെവൽ അടിച്ചിട്ട് വന്നു. 1 2 4 അക്കൗണ്ടോ? പെണ്ണുങ്ങള് PB നിറഞ്ഞു കാണുമല്ലോ. ഞാൻ പറയില്ല, നമുക്ക് ഈ പേര് ഇഷ്ടം. പേടിക്കണ്ട. ഒരു ഫേക്ക് കളി ഉണ്ടാക്കിയിട്ട് വാ. എൻ്റെ വല്ലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ അല്ല അശ്വ ചേച്ചി. പേര് പറയില്ല, പേടിക്കണ്ട. ഞാൻ നന്ദിയോട് കാണിക്കാറില്ല. ഓക്കെ, നന്ദിയോട് വിജയം ഒരിക്കലും കാണിക്കൂല. അത് മൈനയ്ക്കും അറിയാം, അശ്വ ചേച്ചിക്കും അറിയാം. ഒരു ഫേക്ക് കളി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ തെറി പറയുന്നത് സോറിട്ടാ. ഓക്കെ, എനിക്കറിയില്ലെന്ന്. സോറി, ഞാൻ പറഞ്ഞല്ലോ, അറിയാണ്ട് പറ്റിയതാ. സോറി. എന്നാലും നെയ്യപ്പം നിനക്ക് ഇത്രക്ക് ഇഷ്ടാ? അറിയാണ്ടാണ്. അറിയില്ല, അറിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും തെറി പറയില്ല കേട്ടോ. അത് മനസ്സിൽ വെച്ചേക്കട്ട. പക്ഷെ എന്നാലും നെയ്യപ്പം ഇത് അത്രക്ക് ഇഷ്ടാ? അത്രക്ക് ഇഷ്ടാണോ ഇങ്ങനെ നെയ്യപ്പം? കടിച്ച് തിന്നരുത് കേട്ടോ. പതുക്കെ താഴേന്ന് മേലോട്ട് തിന്നണം. ഞാൻ പറഞ്ഞുതരാം. ദാ ഇങ്ങനെ നോക്ക്, താഴേന്ന് ഇങ്ങനെ കാര്യമില്ല. ഫുള്ളും വായിൽ വെച്ചിട്ട് ഇങ്ങനെ
നമ്മൾ ഈ മുലക്കണ്ണ് ചെയ്യുന്ന പോലെ ചെയ്യണം. കുറേ നേരം ചെയ്യണം. എന്നിട്ട് ഒരു പിടുത്തം വിടണം. ശരിക്കും ടൈറ്റാക്കിയിട്ട് ചെയ്യണം. അതാ സുഖം. പോവല്ലേ അങ്ങനെ പോവല്ലേ. ഫേക്കടിയിൽ വന്നിരുന്നാ മതി. സീറോ അക്കൗണ്ട് എടുത്തിട്ട് വാ. നമുക്ക് എൻജോയ് ചെയ്യാന്ന്. ഇങ്ങോട്ട് വാ, കഥ കേട്ട്. ഒരു ഫേക്കടി എടുക്കേ. മയില് മൂടായി. അതൊരു ഫേക്കടി എടുത്തിട്ട് വാ, നമുക്ക് എൻജോയ് ചെയ്യാന്ന്. നോ പ്രോബ്ലം. ലക്ഷ്മി ചേച്ചി, നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഇവിടെ എന്തിനാ നാണക്കേട്? എന്റെ ലൈവില് അടിച്ച 4 വെക്ക് അടിച്ചു. ഇനി ഉണ്ടായി ഞാൻ പറയാം. 1 ഒഴിച്ച് 2 ഐഡി 4 ഐഡി 5 ഐഡി ഉണ്ടാവും. ഫേക്കടി എനിക്ക് ഒന്നാമത് ഇഷ്ടമില്ല. ഫേക്കടി എടുക്കുന്നവന്മാരെ എന്നിട്ട് എന്റെ അച്ഛനെ കാണുന്നു. മേബിളോ, നിന്റെ അച്ഛൻ എവിടെ മോളെ? മേബിള് നാളെ എന്താ പരിപാടി? വ്യാഴാഴ്ച ആയിട്ട് അപ്പം ഉണ്ടാക്കണ്ടോ? പാലുണ്ടാക്കണ്ടോ? അപ്പം പാലുണ്ടാക്കണ്ടോ? അങ്ങനെ ബിസിയാ അച്ഛൻ. ഞാൻ കുറെ മെസ്സേജ് പറഞ്ഞിട്ടാ പോയ ഇവിടുന്ന്. ഇന്നലെ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞിട്ടാ പോയ ചേച്ചിയുടെ അടുത്ത്. സ്വന്തമായിട്ട് ബിസിനസ് അല്ലേ, അപ്പൊ യുദ്ധം നടന്നുകൊണ്ട് ഭയങ്കര നമ്മുടെ ജമ്മുവിന്റെ സെയിം ഫീൽഡാ. മറ്റൊന്ന് പരിശീലിച്ചു. അച്ചായ എവിടെ? നിങ്ങളെ കാണുന്നില്ലല്ലോ. എവിടെ എന്റെ അച്ചായ? അയ്യോ, നിങ്ങൾ എവിടെ? നിങ്ങളെ വരാത്തര വിളി ഞാൻ കുറെ കുടിച്ചു. 4 പേർക്ക് അടിച്ചു. നിങ്ങളെവിടെ? തിരക്കില്ല. എൻ്റെ മുത്ത് നാളെ കേട്ടാ കിട്ടും. അറിയും. അച്ഛനെ കാണാനില്ല.